ഈ ഓഗസ്റ്റ് 15-ന് എന്താ നിങ്ങളുടെ പ്ലാൻ? വീട്ടിലിരുന്ന് ഇൻഡിപെൻഡൻസ് ഡേന്റെ സ്റ്റാറ്റസ് ഇടാനാണോ? അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ IT ഫീൽഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഇവന്റ് കൂടിയാലോ? ഈ ഓഗസ്റ്റ് 15-ന് നമ്മുടെ പ്രോട്ടോടൈപ്പിന്റെ കൊച്ചി ഹബിൽ വെച്ച് IT ഫീൽഡിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ മീറ്റപ്പ് കണ്ടക്ട് ചെയ്യുകയാണ്. അതിൽ തന്നെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോഡിംഗ് കോമ്പറ്റീഷനും ഉണ്ട്. അതിലെ വിന്നേഴ്സിന് 25,000 റുപ്പീസിന്റെ പ്രൈസ് പൂളാണ് ഉണ്ടാവുക. ഇതിനു പുറത്ത് കരിയർ ഗൈഡൻസിന്റെ സെഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഇനി IT ഫീൽഡിലോട്ട് ഇനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇതിന് പുറത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സുമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാം, ഓരോ കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ സെയിം മൈൻഡ് സെറ്റിലുള്ളവരും അതുപോലെ നമ്മളോടും സംസാരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്ക് കോഡിംഗ് അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവന്റിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഇവന്റിന് ഇനി അങ്ങോട്ട് 10 ദിവസം ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ബേസിക് കോഡിംഗ് പഠിച്ചിട്ട് ഈ ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാമെന്നും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഈ ഇവന്റിന് എൻട്രി ഫീ എത്രയാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇവന്റിന് എൻട്രി ഫീ ഇല്ല, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഇവന്റിന് ഞാനും ഉണ്ടാവും. എന്തുകൊണ്ട് ഞാൻ പേഴ്സണലി ഈ ഇവന്റ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും? കാരണം ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ ഒരുപാട് കമ്മ്യൂണിറ്റി ഇവന്റ്സിന് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുമ്പ് ഞാൻ പ്രോട്ടോടൈപ്പിന്റെ തന്നെ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോക്കോഡ് മീറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഇവന്റ് കാലിക്കറ്റ് വെച്ച്. അപ്പോൾ ആ ഒരു ഇവന്റ് ഞാനന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ജസ്റ്റ് ഒരു ബേസിക് അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള കുറച്ച് സ്റ്റെപ്സിന് പുറത്ത് കുറച്ച് നല്ല കണക്ഷൻസ് കിട്ടി. കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. എന്നെ പോലെ അന്ന് ബിഗിനർ ആയിട്ടുള്ള കുറച്ച് പേര്, അതുപോലെ തന്നെ പ്രോ ആയിട്ടുള്ള കുറച്ച് പേര്, അവരെ സ്റ്റിൽ ഇപ്പോഴും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങൾ ചോദിക്കാനും പ്രൊജക്ട്സിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാനും ആ ഒരു കണക്ഷൻസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാനും നിങ്ങളെപ്പോലെ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബർ ആയിട്ട് ഇതുപോലെ ടെക്നോളജി വീഡിയോസ് കാണുകയും കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ട്രൈ ഔട്ട് ചെയ്യുകയായിരുന്നു. ഞാനന്ന് പ്രോട്ടോടൈപ്പിന്റെ ടീമിന്റെ ഭാഗമല്ലായിരുന്നു. ഈ ഓൺലൈനിൽ നമ്മൾ കണ്ട് ടെക്നോളജി ഒക്കെ പഠിച്ച് കോഡിംഗ് സെറ്റാക്കുന്നതിന് പുറത്ത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ഇതുപോലെ പല മീറ്റപ്സിന് പോകുമ്പോൾ. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇപ്പോൾ ടെക്നോളജീനെ കുറിച്ചോ കോഡിങ്ങിനെ കുറിച്ചോ പറയുന്ന ആരുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളിൽ അത്ര അവെയർ ആയിരിക്കത്തില്ല. ബട്ട് ഇതുപോലത്തെ ഒരു കമ്മ്യൂണിറ്റി ഇവന്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ബിഗിനർ ആയിക്കോട്ടെ, ഇന്റർമീഡിയറ്റ് ആയിക്കോട്ടെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്പർ ആയിക്കോട്ടെ, ആ ലെവലിലുള്ള ആൾക്കാരെ പരിചയപ്പെടാം. നെക്സ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഡെവലപ്പേഴ്സിനെയൊക്കെ പരിചയപ്പെട്ട് അടുത്ത് എന്ത് സ്റ്റെപ്പ് ഞാൻ ചെയ്യണം എന്ന് അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് പറ്റും. മേ ബി ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി വരുന്നത് തന്നെ ഇതുപോലെ പരിചയപ്പെടുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും. എൻ്റെ ഈ ഒരു ജേണിയിൽ ഒരുപാട് ഇതുപോലത്തെ കമ്മ്യൂണിറ്റി ഇവന്റ്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇവന്റും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും ഈ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത്. ഇനി ആരൊക്കെ ഈ ഇവന്റ് അറ്റൻഡ് ചെയ്യണം? നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, IT ഫീൽഡിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിക്കോട്ടെ, ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാം. കാരണം ഒരുപാട് പേർക്കുള്ള ഡൗട്ട്സ് ആണ്, എനിക്ക് IT ഫീൽഡ് പറ്റുമോ, ഇതിന് പുറത്ത് AI വന്നാൽ എൻ്റെ ജോലി പോവോ, AI വന്നതിന് ശേഷം കോഡിംഗ് പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇതുപോലെ പല ഡൗട്ട്സ് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഒരു കരിയർ ഗൈഡൻസ് സെഷൻ വയ്ക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾ കേട്ടിട്ട് അത് പോകുന്നു എന്നുള്ളൊരു രീതിയിലല്ല. കുറച്ച് കരിയർ ഗൈഡൻസ് വരുന്നുണ്ട്. ഇതിന് പുറത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ട് ഇതെല്ലാം ചോദിക്കാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. എന്താണ് കമ്പനി ഇപ്പോൾ ഒരു കാൻഡിഡേറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തൊക്കെ സ്കിൽസ് ബിൽഡ് ചെയ്യേണ്ടതുണ്ട്, ഇപ്പോൾ ഉള്ള കമ്പനീസിന്റെ ഹയറിംഗ് സ്റ്റാറ്റസ് ഒക്കെ എന്താണ്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇതിലെ എക്സൈറ്റിംഗ് പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ മീറ്റപ്പിന്റെ ഭാഗമായിട്ട് ഒരു കോഡിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. കോഡിംഗ് കോമ്പറ്റീഷൻ എന്ന് കേട്ട് ഭയങ്കര കിടിലങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്നൊന്നും ചിന്തിക്കേണ്ട. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി കോഡിംഗ് കോമ്പറ്റീഷൻ ആണ്. ഇനി നിങ്ങൾക്ക് കോഡിംഗ് അറിയത്തില്ല എന്ന് വിചാരിച്ചോ, കോഡിംഗ് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഇനി ഇവന്റിന് എന്തായാലും 10 ദിവസം അടുപ്പിച്ചുണ്ട്. 10 ദിവസവും ശരിക്കും വേണ്ട, 10 ദിവസം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ തന്നെ കോഡ് ടു കരിയർ എന്നുള്ളൊരു ട്യൂട്ടോറിയൽ സീരീസ് യൂസ് ചെയ്ത് കോഡിങ്ങിന്റെ ബേസിക്സ് പഠിച്ച് ഓരോ പ്രോഗ്രാംസ് എഴുതി ട്രൈ ഔട്ട് ചെയ്യാം. 15 മിനിറ്റ് അടുപ്പിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ് ആണ് ഉള്ളത്. നിങ്ങളൊരു 2 മണിക്കൂർ ഇരുന്നാൽ തന്നെ ആ ഒരു സീരീസ് തീർക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഈവന്റിന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഇത് ട്രൈ ഔട്ട് ചെയ്യുക. ഈവന്റിന് വന്ന് നിങ്ങൾ പഠിച്ച കാര്യം ഒന്ന് അപ്ലൈ ചെയ്തു നോക്കുക. ഇനി ഈ കോമ്പറ്റീഷനിൽ നിങ്ങൾ വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപയുടെ ക്യാഷ് പ്രൈസ് പൂൾ ഉണ്ട്. നിങ്ങൾക്ക് പ്രൈസ് മേടിച്ച് തിരിച്ച് വീട്ടിൽ പോവാം. ഇനി നിങ്ങൾ ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളൊരു സ്കില്ല് സെറ്റാക്കി ആ സ്കില്ലിലുള്ള കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കി
അതിനു പുറത്ത് നിങ്ങളുടെ സെയിം മൈൻഡ് സെറ്റിലുള്ള പലരെയും പരിചയപ്പെട്ടു. IT ഫീൽഡിലോട്ട് എങ്ങനെ കയറാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അത് നിങ്ങൾക്ക് പോയിരുന്നു വർക്കൗട്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ നിങ്ങളൊരു എക്സ്പേർട്ട് ആണോ ബിഗിനർ ആണോ എന്നുള്ളതല്ല മാറ്റർ, നിങ്ങളിത് ട്രൈ ചെയ്യാൻ റെഡി ആണോ എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഓൺലൈനിൽ വീഡിയോസ് കണ്ട് ട്യൂട്ടോറിയൽസ് ഫോളോ ചെയ്ത് കോഡിംഗ് എല്ലാം പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവരെല്ലാം മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റിയാണ്. സെയിം ജേണിയിലുള്ള മറ്റുള്ളവരെ മീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ളവരിൽ നിന്ന് അഡ്വൈസ് പ്രോപ്പർലി എടുക്കുക, പിന്നെ ഓരോ ഐഡിയാസ് ഡിസ്കസ് ചെയ്യാനും ഓരോ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോ ലേണിങ്സും അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു മീറ്റപ്പ് ജസ്റ്റ് ഒരു കരിയർ ഗൈഡൻസ് സെഷൻ മാത്രമായിട്ട് നിങ്ങൾ കരുതരുത്. ഇതിനു പുറത്ത് ഈ നെറ്റ്വർക്കിങ്ങും കോമ്പറ്റീഷനും ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇവന്റ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു പുതിയ കണക്ഷൻ അല്ലെങ്കിൽ ഒരു പുതിയ ഫ്രണ്ട്, ഇനി നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു ക്ലിയർ കരിയർ ഡയറക്ഷൻ, ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് എങ്കിലും നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം. ഇനി ഇവന്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവന്റ് നടക്കുന്ന നമ്മുടെ പ്രോട്ടോടൈപ്പിന്റെ കൊച്ചി ഹബിൽ വെച്ചാണ്. ഈ ഒരു മീറ്റപ്പിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 13 പിന്നെ എൻട്രി ഫ്രീ ആണ്. പിന്നെ ഫ്രീ ഇവന്റ് ആണെന്ന് കരുതി രജിസ്റ്റർ ചെയ്യാതെ നേരിട്ട് ഹബിലോട്ട് വരാമെന്ന് കരുതണ്ട, കാരണം ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ കയറി രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എസ്പെഷ്യലി IT ഫീൽഡിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ സോ അവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഓഗസ്റ്റ് 15 നിങ്ങളുടെ ജേണിയിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ഈ മീറ്റപ്പ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ കരിയറിനെ ഇൻഡിപെൻഡന്റ് ആക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പും നമുക്ക് ഇപ്പൊ തന്നെ എടുക്കാം. അപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി നമുക്ക് കൊച്ചി ഹബിൽ വെച്ച് കാണാം. ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തോ. മീ ജോബിൻ സൽവാനോ സൈനിങ് ഔട്ട്.